മൈ ഗോഡ്, എല്ലാവരും വേഗം റെഡിയാക. പാർക്കിൽ നിന്ന് കമ്പി വേല് പൊളിച്ച് വെളുപ്പിനെ ജുറാസിക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഒരു സ്റ്റിൽസ് എടുക്കണം. ഓക്കെ, 1 minute. അയ്യോ അയ്യോ, തമ്പി ഇതാ പോന്നു. കുറച്ചേരായി. വാ. ഇല്ല, ഞാൻ പോവാ. പോവേ? ഞാൻ ഇവരും കൂടെ ഇവിടെ ശരിയാകില്ല. അതിന് തനിക്ക് അവനോട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഒരു ബന്ധവുമില്ല. പിന്നെ അവനോട് എന്നാലെന്താ? അവിടെ അതെ, പിന്നെ ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാ മതി. നല്ലൊരു ദിവസമായിട്ട് താൻ വാ. പപ്പടവും പഴവും പായസവും കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടാവുള്ളതിന് വാ. കയ്യെന്നിട്ട് കയ്യേൻ തൊട്ടേ വാ. ഞാൻ വരാം. പക്ഷെ കൊത്തും കോളും വെച്ച് ഒരുമാതിരി കണസാകുണസ വർത്താനം അവൻ പറഞ്ഞോണ്ടല്ലോ. അവൻ ഒന്നും പറയില്ലെന്ന്. സുരേന്ദ്ര, നീ ഇവിടെ നാവനക്ക് പോരുത്. താവനെ കണ്ടെങ്ങനെയാ ചാപ്പാട് കഴിക്കുന്നത്? ശരിയാകല. ഒരു ശരിയാകേ ഇല്ല. താൻ പാടൂ. വാ. നിന്റെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. വരണമെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ തന്നെ ഏത് വിശേഷത്തിനാ അവര് വന്നിട്ടുള്ളേ? അവർ വന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്താ അച്ഛൻ എന്ത് സന്തോഷമായനെ. നിനക്കറിയാലോ, സമ്മാനം കൊടുക്കുക വാങ്ങാന്നൊക്കെ പറയണത് അച്ഛനൊരു മഹാകാര്യമാണ്. Many happy returns of the day. Thank you. Look here, one still please. മക്കള് പ്രസന്റേഷൻ കൊടുക്കുമ്പോ എന്തിനാടോ ഫോട്ടോ എടുക്കണേ? ചില അച്ഛന്മാരെ കാണിക്കാൻ. ആനോട് ഇരിക്കേ. പാറുട്ടി അതിങ്ങെടുക്ക. ഇതെന്ത്? വിവാഹ വാർഷികമായിട്ട് അച്ഛൻ നിനക്കൊന്നും തരില്ല എന്ന് കരുതിയോ? അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ, അല്ലെങ്കിൽ വേണ്ട. പാറുട്ടി ആ വാച്ചങ്ങോട്ട് കൊടുക്ക്. മക്കൾ അച്ഛന് ജന്മദിന സമ്മാനം കൊടുക്കുക, അച്ഛൻ മക്കൾക്ക് സമ്മാനം കൊടുക്കുക. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അല്ലടോ തമ്പി? അതൊക്കെ അച്ഛനും മക്കളും തമ്മിൽ സ്നേഹമുള്ള വീടുകളിൽ. സുരേന്ദ്ര, നീ മിണ്ടരുത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാണ്ടിരിക്കുക? അമ്മേ, ഊണ് അതങ്ങ് മുഖത്തോട്ട് വെച്ചാലെന്താ? അത് സ്ഥിരമായിട്ട് വെക്കണം. അത് ശരി. ഉണ്ണാനിരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? രാഷ്ട്രീയം മാത്രം പറയരുത്. ഇല്ലേ? അമ്മ എനിക്ക് ഇനി മതി ഫോട്ടോ എടുത്തത്. നീ ഇരിക്കേ. ഞാൻ അടുത്ത പന്തിയിൽ ഇരുന്നുള്ള അച്ഛനുണ്ട്. ഗ്രൂപ്പ് ഒഴുക്കുണ്ടാവും. എടോ തമ്പി, ഈ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അതായത് പാർട്ടികൾക്കുള്ളിലെ ചേരിപ്പോരിങ്ങനെ തുടർന്നാൽ അടുത്ത ഇലക്ഷന്റെ സമയമാവുമ്പോൾ ജനങ്ങൾ അവരോടെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചതിന്റെ. ഓഹോ, വിശന്ന് കുടല് കരിയുന്നു. ആന്റി, ജുറാസിക്കിന്റെ ഇല മാറ്റി വേറെ ഇല ഇട്. ചോറ് വിളമ്പ. നിന്റെ അഭിപ്രായം എന്താ? അതിനെ ഊണ് കഴിച്ചു തുടങ്ങിയില്ലല്ലോ. ഊണിനെ കുറിച്ചല്ല, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഭൂരിപക്ഷം ഞാൻ ഹോട്ടലിൽ നിന്ന് ഭൂരിപക്ഷിച്ചുള്ള എന്നെ വെറുതെ വിട്. ഇലക്ഷൻ കമ്മീഷണർ ഹരീഷ. അയ്യോ, അമ്മയ്ക്ക് മാറി. ഈ രാജ്യത്ത് പട്ടാള ഭരണം വരണമെന്ന് എന്റെ അഭിപ്രായം. പട്ടാള ഭരണം? പട്ടാള ഭരണം വന്ന ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. മേന്നെ, വെള്ളം എടുക്ക്. വായിക്കൊള്ളു. ഇറക്കരുത്, ഇറക്കരുതെന്ന്. ഇനി രാഷ്ട്രീയം പറയുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എല്ലാരും മേം കഴിച്ചേ. പറഞ്ഞേ. തുപ്പരുത് തുപ്പരുത്. കടുമാങ്ങ അച്ചാറ് ചെറിയ കള്ളിയിൽ വെച്ചിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. മുഴുവൻ ഉണ്ണണം. മറന്നു. അതെ, അച്ഛൻ എന്തിനാ ഇത്ര ധൃതി പിടിക്കണേ? റിട്ടയർ ചെയ്യുന്ന ദിവസമല്ലേ? കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടി കയറണമെന്നില്ലല്ലോ. സെന്റ് ഓഫ് പാർട്ടിയൊക്കെ വൈകിട്ടല്ലേ?
ഉണ്ണിക്കുട്ടാ വേഗം വാ അച്ഛാ ഇന്നു മുതൽ ഈ സീറ്റ് എനിക്ക് കേട്ടോ. പോട്ടെ അച്ഛാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാൽ മതി. ഞാനും ഓർത്തില്ല. താൻ എന്തേ ഓർക്കാഞ്ഞ്? ഓർക്കാഞ്ഞിട്ടല്ല, ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ. എന്താ ഇത് കരയേ? വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാട്ടോ. വാ. ഈ യാത്രയപ്പ് വേളയിൽ മിസ്റ്റർ മേനോനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി മിസ്റ്റർ മേനോൻ നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ, സൂപ്രണ്ട് ശ്രീ മഹേന്ദ്രൻ തമ്പി, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സാധാരണ നിങ്ങളൊക്കെ പറയാറുണ്ട് മേനോൻ 1000 നാവാണെന്ന്. നിങ്ങളോട് സംസാരിക്കുമ്പോഴും വാദിക്കുമ്പോഴും ഒക്കെ വാക്കുകൾക്ക് പഞ്ഞുണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്തേലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം 30 വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ്. നിങ്ങളോടൊക്കെ എനിക്ക് യാത്ര ചോദിക്കണം. ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലാലോ. പക്ഷേ ഒന്നും എന്നെ വരൂ, ഇരിക്ക്. ഒന്നും വരൂ, വരൂ. Take it easy, man. ഇതൊക്കെ ചിരിച്ചുകൊണ്ട് വേണ്ട നേരിടാൻ. ഇരിക്ക്. എന്താ മേന്നെ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. ആ ഞാൻ പറയട്ടെ, 30 വർഷം ഇത്ര വേഗം അങ്ങോട്ട് പോയോന്ന് അല്ലേ? ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണു. 30 വർഷം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടി ഈ തറവാട് തിരിച്ചെടുത്തു. അല്ലാണ്ട് എന്താ നേടിയേ? നേടിയല്ലോ 4 മക്കളെ, 3 പേരക്കുട്ടികളെ. സന്താനഭാഗ്യല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. അതുമാത്രമല്ല, മേലേപ്പുരയ്ക്കൽ ചന്ദ്രശേഖരമേന് അതിനേക്കാൾ വലിയൊരു സമ്പത്ത് കൂടിയുണ്ട്. അതെന്താ? പനക്കപ്പള്ളിയിലെ പാർവതി കുഞ്ഞമ്മ. ഉം.